മടിക്കൈ ഓർക്കോൽ മീത്തലപ്പുര തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് തുടക്കം കുറിച്ച് കലവറ ഘോഷയാത്ര നടന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കലവറ ഘോഷയാത്രയുടെ ഭാഗമായി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ഇരുപത്തിയെട്ട് വർഷത്തിന്റെ കാത്തിരിപ്പിന് വിരാമമിട്ട് നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് തുടക്കം കുറിച്ച് വെള്ളിയാഴ്ച രാവിലെ കലവറ ഘോഷയാത്ര നടന്നു. പെരിയാങ്കോട്ട് ഭഗവതി ക്ഷേത്രം, ക്ഷേത്ര പ്രാദേശിക സമിതി, വിവിധ ക്ഷേത്രങ്ങൾ, കഴകങ്ങൾ, സ്ഥാനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു കലവറ ഘോഷയാത്ര. ആയിരക്കണക്കിന് സ്ത്രീകളും പുരുഷന്മാരും ഉത്സവത്തിനാവശ്യമായ അരിയും ഭക്ഷണ സാധനങ്ങളും കന്നി കലവറയിലേക്ക് എത്തിച്ചു. ഇതോടെ നാടെങ്ങും ഉത്സവ ലഹരിയിൽ അമർന്നിരിക്കുകയാണ്. ഇനിയുള്ള ഓരോ നിമിഷവും വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം വിജയിപ്പിക്കുവാനുള്ള അധ്വാനത്തിലാണ് ആഘോഷ കമ്മിറ്റി. ആഘോഷ കമ്മിറ്റി ചെയർമാനും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ സി പ്രഭാകരൻ, ജനറൽ കൺവീനറായ ഗംഗാധരൻ താളിക്കുണ്ട്, വൈസ് ചെയർമാനായ അനിൽ മടിക്കൈ, വർക്കിംഗ് ചെയർമാൻമാരായ കെ വി ശ്രീനിവാസൻ, സുകുമാരൻ കാണോത്ത്, സുധാകരൻ പോത്തങ്കൈ, സുരേഷ് കോളിക്കുന്ന്, ട്രഷററായ നാരായണൻ ഓർക്കാൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് കാർന്നോൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും 6:30 കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും രാത്രി 9 കണ്ടനാർക്കേളൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും അരങ്ങിലെത്തും. തുടർന്നാണ് ബപ്പിടൽ ചടങ്ങ്. രാത്രി 12 വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ തിടങ്ങലും തുടർന്ന് വയനാട്ടുകുലവൻ വെള്ളാട്ടവും അരങ്ങിലെത്തും. 8 രാവിലെ 7 മണിക്ക് കാർന്നോൻ തെയ്യവും 9 കോരച്ചൻ തെയ്യവും ഉച്ചയ്ക്ക് 12 കണ്ടനാർക്കേളൻ തെയ്യവും ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും. തുടർന്ന് വൈകിട്ട് 4 വയനാട്ടുകുലവൻ ദൈവത്തിന്റെ പുറപ്പാടും പരമപവിത്രമായ ചൂട്ടൊപ്പിക്കൽ ചടങ്ങും നടക്കും. പിന്നീട് വിഷ്ണുമൂർത്തി കെട്ടിയാടും. രാത്രി 10 മറപിളർക്കൽ ചടങ്ങ്. തുടർന്ന് കൈവീതി ചടങ്ങോടെ മഹോത്സവം സമാപിക്കും. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനത്തിനായി വിപുലമായ സംവിധാനമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കലവറ ഘോഷയാത്രയ്ക്കെത്തിയ 5000-ഓളം പേർക്ക് ഭക്ഷണം വിതരണം ചെയ്തു. രണ്ടാം ദിവസം 25,000 പേർക്ക് ഭക്ഷണമൊരുക്കാനും വിളമ്പാനുമുള്ള സൗകര്യത്തോടെയുള്ള ഭക്ഷണശാലയും സജ്ജമാണ്. 10,000 പേർക്ക് ഉത്സവ ചടങ്ങുകൾ കാണാൻ പറ്റുന്ന രീതിയിലാണ് മറക്കളം ഒരുക്കിയിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ 50 മീറ്റർ മാറി വയലിലാണ് 1 ഏക്കറിൽ ഭക്ഷണ വിതരണ സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. ഉത്സവാഘോഷങ്ങൾ പൂർണ്ണമായും ഹരിതചട്ടപ്രകാരമാണ് നടക്കുന്നത്. ഇതുപ്രകാരം ഉത്സവത്തിന്റെ അടുക്കള മുതൽ കലവറ വരെ തെങ്ങോല, കവുങ്ങ്, മുള എന്നിവ ഉപയോഗിച്ചാണ് പണിതത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.